കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? എല്ലാവരും വരൂ കേട്ടോ, ഗുരുവായൂരപ്പനെ കാണാം. ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്ത് ഇന്ന് ഏത് രൂപത്തിലാണ് ആ ചതുർബാഹുവായ വിഗ്രഹത്തിലുള്ള ആ രൂപം എന്താണ്, ഏത് രൂപത്തിലാണ് ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കുന്നത് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ കിഴക്കേ നടയിലെത്തിയിട്ട് കിഴക്കേ നടയിലുള്ള ഗണപതി അമ്പലത്തിൽ പോയി ഗണപതിയെ കണ്ട് തൊഴുത് വിഘ്നങ്ങളൊക്കെ അകറ്റിയിട്ട് അനുവാദമൊക്കെ വാങ്ങി നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടി പോവാം. നമ്മുടെ പൊന്നുണ്ണി എങ്ങനെയാണെന്നിപ്പോൾ അവിടെ നിൽക്കുന്നത് എന്നറിയണ്ടേ? അപ്പോൾ നമ്മളങ്ങനെ വന്ന് കിഴക്കേ നടയിൽ കൂടെ ഇങ്ങനെ കയറി വന്ന് ഗോപുരവാതിൽ കഴിഞ്ഞു അങ്ങനെ അകത്തേക്ക് വരികയാണ്. അകത്തേക്ക് വരുമ്പോൾ നേരെ ഇന്ന് നല്ല തിരക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നലെ ഞായറാഴ്ചയായിട്ടും പോയി നല്ല കല്യാണങ്ങൾ 100-200 കല്യാണങ്ങളുണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ തിരക്കായിരുന്നു. ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണ്, പക്ഷേ ഇന്ന് നല്ല തിരക്ക് തന്നെയാണ്. കാരണം രാവിലെ മുതൽ തന്നെ കൊടിമരം വഴി നേരിട്ടാണ് ഭക്തരെ കടത്തിവിടുന്നത്. പിന്നെ നെയ്വിളക്കിൻ്റെ ഒക്കെ ക്യൂ എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്യൂ ആയിരുന്നു. അതുപോലെ ടോക്കൺ ക്യൂ എല്ലാം ഉണ്ട്, നന്നായിട്ടുള്ള തിരക്കാണ്. ഇന്നൊരു ആനയെ നടയിരുത്തലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കൂടി തിരക്ക്, അതിന് ഏകദേശം 1/4 മണിക്കൂറോളം സമയം അതാവും. അതിൻ്റെയും എല്ലാറ്റിൻ്റെയും കൂടി ആവുമ്പോൾ നല്ല തിരക്ക് തന്നെയാണ് ആ സമയം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് തൊഴാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി, വാതിൽപ്പടിയുടെ അവിടെ എത്തി. വാതിൽപ്പടിയുടെ അവിടെ നിന്നിട്ട് അകത്തേക്ക് നോക്കുമ്പോൾ ശ്രീലകത്തെ വിളക്കുകൾ ഇങ്ങനെ കാണുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള ആ വിളക്കുകൾ കാണുകയാണ്, ദീപപ്രഭ ഇങ്ങനെ കാണുക. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇടതുവശത്തേക്കായിട്ട് നോക്കുമ്പോൾ മേൽപ്പത്തൂര് നാരായണീയം എഴുതിയ മേൽപ്പത്തൂരിൻ്റെ അവിടേക്ക് നോക്കിയിട്ടൊന്ന് അദ്ദേഹത്തെ സ്മരിക്കുക. അതുപോലെ വലതുവശത്തേക്ക് നോക്കിയിട്ട് നരസിംഹാവതാര രൂപം കാണിച്ചു കൊടുത്ത ആ തൂണൊന്ന് നോക്കി തൊഴുക. അങ്ങനെ നമ്മൾ കിഴക്ക് വശത്ത് കൂടെ ഇങ്ങനെ നോക്കി വരികയാണ് അകത്തേക്ക് കേട്ടോ. അപ്പോൾ അകത്തേക്ക് അങ്ങനെ നോക്കി വരുമ്പോൾ നമുക്ക് കാണാനുള്ളത് ആദ്യം തന്നെ വലിയൊരു പാമ്പിൻ്റെ മുകളിൽ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അനന്തശായിയായ അനന്തപത്മനാഭനായിട്ടാണെന്ന് ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്ന് കളഭാലങ്കാരം നടത്തിയിട്ടുള്ളത്. വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അനന്തൻ്റെ ഏകദേശം 3 മടക്കുകളായിട്ട് ഇങ്ങനെ കിടക്കണ മാതിരിയാണ് കാണുന്നത്. നമുക്ക് വലിയ ചുവന്ന ഒരു ഇതൊക്കെ ഇട്ട് നന്നായിട്ടിങ്ങനെ കളപ്പം കൊണ്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ നമ്മുടെ പൊന്നുണ്ണിയുടെ കാൽത്തളകൾ കാണുന്നു. കാൽത്തളകൾ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കിടക്കുകയാണ് ആൾ. വലിയ ആളായിട്ട് തന്നെയാണ് കിടക്കുന്നത്, അനന്തശായി അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കി വരുമ്പോൾ അരയിൽ കിങ്ങിണി കാണാനുണ്ട്. അതുപോലെ നല്ല പട്ടിങ്ങനെ ചൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. മാറത്ത് നല്ല ശോഭ തോന്നുന്ന തരത്തിലുള്ള അലങ്കാരമുണ്ട്. നല്ലൊരു ഗോപി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു നെക്ലസ് മാല പോലെ ഉണ്ട്, ഒരു വളയം പോലത്തെ ഒരു മാല ഉണ്ട്. അതിനുപരിയായിട്ട് കൈവളകളുണ്ട്, തോൾവളകളുണ്ട്, ചെവിപ്പൂക്കളുണ്ട്. അങ്ങനെ സ്വർണത്തിൻ്റെ ഒരു പൊന്നിൻ ഗോപി തൊട്ടിട്ടുണ്ട്. കിരീടം കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ കിടക്കുകയാണ് ആൾ. അങ്ങനെ ഇടത് കയ്യിൽ നോക്കുമ്പോൾ ഇടത് കയ്യിൽ താമര ഉണ്ട്. അതേപോലെ വലത് കൈ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. അവൻ്റെ ശിവലിംഗത്തിൻ്റെ മുകളിലേക്ക് പുഷ്പം അർപ്പിക്കുകയാണ്. അതിങ്ങനെ കാണുകയാണ് ശിവലിംഗം വെച്ചിട്ട്. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് ഇന്നിപ്പോൾ ശ്രീലകത്ത്
അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ പാമ്പിൻ്റെ തല ഇങ്ങനെ കാണുന്നു. അനന്തൻ്റെ 5 തലയുള്ള അനന്തൻ്റെ ഇങ്ങനെ രൂപം ഇങ്ങനെ കാണുന്നു. അപ്പോൾ കുട പോലെ അങ്ങനെ നിർത്തിയണ്ട മഴ പെയ്താലേ മഴയൊന്നും കൊള്ളരുത് എന്ന് പറഞ്ഞിട്ടേ ആണ്. കാക്കുകയാണല്ലോ, കാവലായിട്ടിരിക്കുകയാണല്ലോ അനന്തൻ. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് ഇന്ന് ശ്രീലകത്ത് കേട്ടോ. വളരെ 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 മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കളഭാലങ്കാരം. അങ്ങനെ നോക്കുമ്പോൾ 2 ഉണ്ടമാലകൾ കാണാനുണ്ട്. തെച്ചിയും തുളസിയായിട്ടുള്ള ഒരെണ്ണവും തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ടുള്ള ഒരെണ്ണവും. അങ്ങനെ ഉണ്ടമാല കാണാണ്ട് പിന്നെ 2-4 മാലകൾ വിധാനമായിട്ട് മേലെ താഴ്ത്തിയിട്ടുണ്ട്. നല്ല കട്ടിയുള്ള മാലകളാട്ടോ, നല്ല വലുപ്പത്തിൽ തന്നെയാണ് ചാർത്തിയേണ്ടത്. അപ്പം അങ്ങനെ ആ അനന്തപത്മനാഭനെ കണ്ട് തൊഴുത് നമ്മളിങ്ങനെ അവിടുന്ന് ശ്രീലകത്ത് നിന്ന് ഇവിടെ ഇറങ്ങാൻ പോവുകയാണ്. അങ്ങനെ ഇറങ്ങിയിട്ട് നേരെ നമ്മൾ ആ അഗ്നി തോന്നുന്ന സ്ഥലത്തേക്ക് ഒക്കെ അഗ്നി കോണിലേക്ക് നോക്കി തൊഴുതു. അങ്ങനെ ആ തിടപ്പള്ളിയിലേക്ക് നോക്കി തൊഴുതു. ഗണപതി ഹോമവും അതേപോലെ ആ ഒരു ഭഗവാന്റെ നേദ്യമൊക്കെ ഉണ്ടാക്കുന്ന ആ തിടപ്പള്ളിയിലേക്ക് നോക്കി തൊഴുത് അങ്ങനെ നമ്മളിങ്ങനെ സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വരാം. അങ്ങനെ വരുമ്പോൾ വിഘ്നേശ്വരൻ്റെ അവിടെയൊക്കെ വന്ന് തൊഴുതും. വിഘ്നേശ്വരൻ്റെ അവിടെയൊക്കെ നന്നായിട്ട് ഇങ്ങനെ നല്ല തിരക്ക് തന്നെയാണ്. പുറത്ത് തിരക്കുണ്ടാകുമ്പോൾ അകത്തും തിരക്കാവുമല്ലോ. സ്വാമിമാരുടെയൊക്കെ തിരക്ക് ധാരാളമുണ്ട്. അപ്പം അങ്ങനെ വന്ന് വിഘ്നേശ്വരനെ കണ്ട് തൊഴാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ കണ്ട് തൊഴുത് വിഘ്നേശ്വരനെ കണ്ട് തൊഴുതു. സരസ്വതി ദേവീനെ കണ്ടു തൊഴാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ സരസ്വതി ദേവീനെ കണ്ടു തൊഴുത് നേരെ അങ്ങനെ സൈഡിൽ കൂടെ അങ്ങനെ നോക്കി വരുമ്പോൾ ചെറിയ ഗണപതിനെ കാണാം. ആ ദശാവതാര വിഗ്രഹങ്ങൾ ഓരോന്ന് കാണാം. മത്സ്യകൂർമ്മ വരാഹശ്ച നരസിംഹച്ച വാമന. അങ്ങനെ കണ്ട് വരുമ്പോൾ മേൽശാന്തിന് അവിടെ ഇരുന്നിട്ട് അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങി അങ്ങനെ വീണ്ടും നമ്മൾ ആ അനന്തശായിയായ അനന്തപത്മനാഭനെ വീണ്ടും കാണുകയാണ്. അവിടെ അത് നിറയെ മുല്ലപ്പൂവും അതേപോലെ തുളസിപ്പൂവൊക്കെ ആയിട്ട് ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട് വിധാനമായിട്ട്. അങ്ങനെ അവിടെ തൊഴുത് കോവിലിൻ്റെ പുറകുവശത്തായിട്ട് സാഷ്ടാംഗം നമസ്കരിക്കാം. അങ്ങനെ നമസ്കരിച്ച് വീണ്ടും രാമനെയൊക്കെ കണ്ട് ബലരാമനെയൊക്കെ കണ്ട് ഇങ്ങനെ തൊഴുത് വരുമ്പോൾ കണ്ണനെ കാണാം വീണ്ടും. അങ്ങനെ മുരുകനെയും കണ്ട് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരാം. ഹനുമാൻ സ്വാമിയുടെ അടുത്തും ഈ പറഞ്ഞമാതിരി അധികം വലിയ അലങ്കാരമൊന്നുമില്ല. കുറച്ച് കുങ്കുമം ഉണ്ട്. അപ്പോൾ ആ കുങ്കുമമൊക്കെ എടുത്ത് തൊട്ട് അവിടുന്ന് നേരെ രാധാകൃഷ്ണ വിഗ്രഹം അങ്ങനെ കണ്ട് തൊഴുത് ആ കോവിലിൻ്റെ ആ ഓവിൻ്റെ അവിടെ വന്നിട്ടൊന്ന് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞാൽ ഗ്രില്ല് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് ഗ്രില്ലിൻ്റെ അവിടുന്ന് ഉള്ളിലേക്ക് കിടന്ന താമരക്കണ്ണനെ കാണാം. കൽപ്പക വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴാം. അങ്ങനെ ഇനി മണിക്കിണർ നോക്കി തൊഴാം. അതേപോലെ ആ കണ്ണൻ്റെ നൃത്താറയിലേക്ക് നോക്കിയാൽ അവിടെ കിടാവിളക്ക് കത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പൊന്നുണ്ണി അവിടെ ഇരുന്നിട്ട് നൃത്തം ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക. അവിടെ നോക്കി തൊഴുത് വടക്കേ നടയിലേക്ക് ഇങ്ങനെ വരിക. അങ്ങനെ കുറൂരമ്മ അവിടേക്ക് വന്ന് തൊഴുത് നേരെ വടക്കേ നടയിലൂടെ പുറത്തേക്ക് വരാം. അങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ പ്രസാദ കൗണ്ടറിൽ നിന്ന് പ്രസാദമൊക്കെ വാങ്ങി തൊട്ട് അങ്ങനെ ആ തീർത്ഥമൊക്കെ വാങ്ങി കുടിക്കാം. അങ്ങനെ നേരെ ഇടത്തരികത്തുകാവിൽ അമ്മയുടെ അടുത്തേക്ക് വരാം. ഇടത്തരികത്തുകാവിൽ അമ്മയുടെ അടുത്ത് വന്ന് തൊഴുത് സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ ഭഗവതീനെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ പോരാം. ഇനിയിപ്പോൾ ജനുവരി 5-നാണ് പിള്ളേര് താലപ്പൊലി, ഭഗവതിയുടെ താലപ്പൊലിയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരുക്കങ്ങളായി തുടങ്ങി. അങ്ങനെ അവിടുന്ന് തൊഴുത് വന്ന് മമ്മിയൂരപ്പൻ്റെ അവിടെ വന്ന് തൊഴാം. മമ്മിയൂരപ്പനെ ഓം നമ ശിവായ നമ ശിവായ നമ ശിവായ എന്നുള്ള പഞ്ചാക്ഷരി ജപിച്ച് തൊഴുത് നേരെ ഇങ്ങോട്ട് പോരാം. അങ്ങനെ വരുമ്പോൾ
കൊടിമരത്തിൻ്റെ അപ്പുറത്തു കൂടെയാണ് വിടുന്നത് കേട്ടോ. അപ്പോൾ അതിനെ വരുമ്പോൾ ആ കൊടിമരത്തിൻ്റെ അവിടുന്ന് ഒരു നോട്ടം കൂടി കാണാം. ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ അനന്ത പത്മനാഭസ്വാമീനെ ഒന്നുകൂടി കാണാൻ പറ്റുമോ എന്നുള്ള അതിലേ ഒന്നുകൂടി നോക്കിയാൽ കാണാം. അങ്ങനെ കണ്ട് തൊഴുത് ആ കൂത്തമ്പലത്തിൻ്റെ അവിടെ നിന്ന് തൊഴാം. അങ്ങനെ അവിടെ നിന്ന് വന്ന് അയ്യപ്പൻ്റെ അവിടെ വന്ന് തൊഴാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അയ്യപ്പനെ കണ്ട് തൊഴുത് നേരെ ഞങ്ങളുടെ പ്രദക്ഷിണമായിട്ട് പടിഞ്ഞാറ് വശത്തേക്ക് വരാം. പടിഞ്ഞാറ് വശത്ത് വന്ന് ദീപസ്തംഭവും അതേമാതിരി കൊടിമരമൊക്കെ കണ്ട് തൊഴാം. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. അപ്പോൾ എല്ലാവരും ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കളഭാലങ്കാരം കണ്ടു തൊഴുതു. എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. അപ്പോൾ എല്ലാവരും ആ നമ്മൾ പറയുന്ന ആ സ്ഥലത്തൊക്കെ ആ ഭാഗത്താണ് ഞാൻ പറയുന്ന അതേ സ്ഥലത്താണ് നമ്മൾ നിന്ന് തൊഴുന്നത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചാൽ ആ തൊഴുത പ്രതീതി ഉണ്ടാവും. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. ഹരേ കൃഷ്ണ.